നമസ്കാരം കൂട്ടുകാരെ, 2008 പുറത്തിറങ്ങിയ രസകരമായ ഒരു ചലച്ചിത്രം സ്ട്രീറ്റ് കിങ്സ് എന്നാണ് ഈ ചലച്ചിത്രത്തിന്റെ പേര്. അന്വേഷണവും ആക്ഷനും ഒക്കെ നിറഞ്ഞ ഈ ചലച്ചിത്രത്തിന്റെ വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യൂ. കഥയെ ആരംഭിക്കുന്നത് ടോം എന്നൊരു വ്യക്തിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ടോമിന്റെ ഭാര്യ മരിച്ച ശേഷം വല്ലാത്തൊരു ഡിപ്രഷനിലേക്കും ക്യാരക്ടർ ചേഞ്ചിലേക്കും വരെ ടോം പോയി. ലോസ് ആഞ്ചലസ് പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു അണ്ടർ കവർ ഡിറ്റക്റ്റീവാണ് ടോം. ആൽക്കഹോളിക്കായി മാറിയിരുന്ന ടോം വളരെയധികം റഫ് മനുഷ്യനായി മാറിയിരുന്നു. കുറ്റവാളികളോട് ഒരു ദയവുമില്ലാത്ത വ്യക്തി. അന്ന് പതിവ് പോലെ ടോമിനൊരു ടാസ്ക് വന്നെത്തുകയാണ്. 2 കൊറിയൻ പെൺകുട്ടികളെ ഒരു സംഘം തട്ടിക്കൊണ്ടു പോയതായിട്ട് ഒരു വിവരമുണ്ട്. അവരെപ്പറ്റി ടോം കേസ് അന്വേഷിച്ചു. ഒടുവിൽ ആ സംഘത്തിൽപ്പെട്ട 2 പേർക്ക് അവർ ആവശ്യപ്പെട്ട പോലെ വെപ്പൺ സപ്ലൈ ചെയ്യാനെന്ന പേരിൽ ടോം അങ്ങോട്ടേക്ക് എത്തിച്ചേരുകയാണ്. കാറിൽ അവർ പറഞ്ഞ പോലല്ലാത്ത ഗണ്ണുമായിട്ടായിരുന്നു ടോമിന്റെ വരവ്. അവർക്കടുത്തെത്തിയ ടോം ആ ഗണ്ണുകൾ അവർക്ക് മുമ്പിൽ ഷോക്കേസ് ചെയ്തു. പക്ഷെ അവർ ആവശ്യപ്പെട്ട ഗണ്ണുകൾ അല്ലാത്തതിനാൽ ഗ്യാങ്സ്റ്റേഴ്സ് വലിയ തോതിൽ ശോഭിക്കുകയും ടോമിനോട് കയർക്കുകയുമാണ്. ടോം ചുമ്മാതിരിക്കുമോ? ടോമും അവർക്കെതിരെ കയർത്ത് സംസാരിച്ചു. ഒരു ഗ്യാങ്സ്റ്ററെ പോലെ, ആയുധ വിൽപ്പനക്കാരനെ പോലെ പെരുമാറി. ഒരു ഘട്ടത്തിൽ ആ കൊറിയക്കാരെ അവരുടെ രൂപം വെച്ച് അധിക്ഷേപിച്ച് ടോം സംസാരിക്കുക പോലും ചെയ്തു. ദേഷ്യത്തിലായ ആ കൊറിയൻ ഗ്യാങ്സ്റ്റേഴ്സ് ടോമിനെ കണക്കിന് മർദ്ദിച്ചു. ടോമാണെങ്കിൽ തിരിച്ചടിച്ചതേയില്ല. ടോമിനോട് ദേഷ്യപ്പെട്ട് ടോം വന്ന കാറും ആ ഗണ്ണുകളും മോഷ്ടിച്ച് ഗ്യാങ്സ്റ്റേഴ്സ് അവിടെ നിന്ന് പോവുകയാണ്. ടോം എന്താ തിരിച്ചടിക്കാതിരുന്നത് എന്ന് നമുക്ക് തോന്നുമെങ്കിലും ടോമിന് കൃത്യമായ പ്ലാനിംഗ് ഉണ്ടായിരുന്നു. ആ വണ്ടിക്കുള്ളിൽ ടോം ഒരു ട്രാക്കർ ഫിറ്റ് ചെയ്തിരുന്നു. കൊറിയൻ സംഘത്തിന്റെ ആസ്ഥാനത്തേക്കും അതുവഴി തട്ടിക്കൊണ്ടുപോകപ്പെട്ട പെൺകുട്ടികളിലേക്കും എത്തിച്ചേരുകയായിരുന്നു. അത്തരത്തിൽ തല്ലുവാങ്ങിയതിലും അവരെ പ്രകോപിപ്പിച്ചതിലുമുള്ള ടോമിന്റെ കഴിവുകൾ പിന്നെ വൈകിയില്ല. ട്രാക്കർ ഫോളോ ചെയ്ത് കൊറിയക്കാരുടെ ഇടത്തേക്ക് ടോം എത്തിച്ചേരുകയാണ്. ഏറെ പരുക്കനായി ക്രൂരനായി മാറിയിരുന്ന ടോം അകത്തേക്ക് കയറി ചെന്നതും ഒരു ദാക്ഷിണ്യവുമില്ലാതെ അവിടെയുള്ള ക്രിമിനൽസിനെ മുഴുവൻ വെടിവെച്ചു കൊല്ലുകയും ഫൈറ്റ് ചെയ്ത് കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവരും കൊല്ലപ്പെട്ടു എന്ന് ഉറപ്പുവരുത്തിയതിന് പിന്നാലെ ടോം അവിടെ ഒരു ക്രൈം സീൻ തന്നെ സെറ്റപ്പ് ചെയ്യുകയാണ്. അതായത് ടോം അകത്തേക്ക് കടന്നു വന്നപ്പോൾ കൊറിയക്കാർ ടോമിനെ ആക്രമിച്ചുവെന്നും അതിനു പകരം ജീവൻ രക്ഷിക്കാനാണ് ടോം അവരെ കൊലപ്പെടുത്തിയത് എന്നുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്തതും ടോം അവിടം പരിശോധിച്ച് ബന്ദിയാക്കപ്പെട്ടിരുന്ന തട്ടിക്കൊണ്ട് പോരപ്പെട്ട് ആ 2 പെൺകുട്ടികളെയും കണ്ടെത്തുന്നു. പിന്നാലെ അങ്ങോട്ടേക്ക് ടോമിന്റെ ടീമും എത്തിച്ചേരുന്നുണ്ട്. അവരുടെ ടീം ക്യാപ്റ്റൻ ജാക്ക് എന്നു പേരിലുള്ള ഒരു വ്യക്തിയായിരുന്നു. വളരെ സ്ട്രിക്റ്റ് ആയ ഒരു ഓഫീസർ എന്നൊരു ഇമേജ് ജാക്കിനുണ്ട്. മറുവശത്ത് അവിടെ എത്തിയിരുന്ന ടോമിന്റെ കൊളീഗ്സ് ആകട്ടെ ടോമിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയായിരുന്നു. നീ എവിടെ പോയാലും ഇതുപോലെ ഒക്കെ തകർക്കുവാണല്ലോടാ. കൂടെ ജോലി ചെയ്യുന്ന ഞങ്ങളെപ്പറ്റിയും കൂടി ചിന്തിക്കണ്ടേ? ഇവന്മാരെ കൊല്ലാതെ തന്നെ ഈ കേസ് സോൾവ് ചെയ്യാമായിരുന്നല്ലോ. നീ മനഃപൂർവ്വം ഇവന്മാരെ കൊന്നതല്ലേ? ഇതൊക്കെ കേൾക്കുന്നതും ടോമിന് ദേഷ്യം വരുന്നുണ്ട്. കൂട്ടുകാർ കൂടിയായ കൊളീഗ്സിനോട് ടോം തട്ടിക്കയറാൻ തുടങ്ങുന്നു. ആ സമയമാണ് ജാക്ക് ആ മുറിക്കകത്തേക്ക് കടന്നു വരുന്നത്. ജാക്ക് അവരോടൊക്കെ ശാന്തരാകാനും മാറി നിൽക്കാനും പറഞ്ഞു. ടോമിന്റെ മികച്ച വർക്കിന് ജാക്ക് ടോമിനെ അഭിനന്ദിക്കുകയാണ്. ടോമിന്റെ അടുത്തു വന്ന് ജാക്ക് സംസാരിച്ചു നിൽക്കെ ടോം മദ്യപിച്ചിരുന്നു എന്ന് ജാക്കിന് മനസ്സിലാകുന്നു. മദ്യപിച്ചൊരു പോലീസ് ഓഫീസർ എന്ത് നല്ല കാര്യം ചെയ്താലും അത് അവർക്കെതിരെ തിരിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം ടോമിനോട് അവിടെ നിന്ന് പോകുവാൻ ജാക്ക് പറയുകയാണ്. ജാക്കിന്റെ വാക്കുകൾ കേട്ടതും ടോമും അവിടം വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ടോം അവിടെയെത്തി ആംബുലൻസിന് വെയിറ്റ് ചെയ്ത് നിൽക്കാൻ തുടങ്ങി. ആ സമയമാണ് അങ്ങോട്ടേക്ക് മുമ്പ് ടോമിന്റെ പാർട്ട്ണറും കൂട്ടുകാരനും ഒക്കെയായിരുന്ന പോലീസ് ഓഫീസർ വാഷിംഗ്ടൺ കടന്നു വരുന്നത്. ടീമിനകത്തെ കറപ്ഷനും ഓരോ കുറ്റവാളിത്തരവുമൊന്നും വാഷിംഗ്ടണിന് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ടീം വിട്ട് വാഷിംഗ്ടൺ പുറത്തുപോയതുമായിരുന്നു. ടോം റഫായതും വാഷിംഗ്ടണിന് ഇഷ്ടമായി ആയിരുന്നില്ല. അവിടെ നടന്ന കാര്യങ്ങൾക്ക് പിന്നിൽ ടോമാണെന്ന് വാഷിംഗ്ടണിന് ഉറപ്പുണ്ടായിരുന്നതുകൊണ്ട് അതിനെപ്പറ്റി ചോദിച്ച് വാഷിംഗ്ടൺ ടോമിനോട് ദേഷ്യപ്പെടുകയാണ്. ടോമിനും ദേഷ്യം വരുന്നുണ്ടെങ്കിലും ടോം അത് കടിച്ചമർത്തി. പിന്നാലെ ടോം ആശുപത്രിയിലേക്ക് മാറ്റപ്പെട്ടു. പത്രക്കാരിൽ നിന്നും മറ്റ് പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയായിരുന്നു അത്. ആശുപത്രിയിൽ വെച്ച് ടോം ട്രീറ്റ് ചെയ്യപ്പെട്ടു. ആ സമയത്താണ് ഇന്റേണൽ അഫയേഴ്സിലെ ഓഫീസർ ക്യാപ്റ്റൻ ജെയിംസ് ടോമിനടുത്തെത്തുന്നത്. നമ്മുടെ വിജിലൻസ് ഒക്കെ പോലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിനകത്തെ പ്രശ്നങ്ങളും കറപ്ഷനും ഒക്കെ അന്വേഷിക്കുന്ന ഒരു വിഭാഗത്തിലെ ക്യാപ്റ്റനായിരുന്നു അയാൾ. ടോമുള്ള ടീമിൽ, അതായത് ക്യാപ്റ്റൻ ജാക്കിന്റെ ടീമിൽ കറപ്ഷനും മറ്റ് പരിപാടികളും
കൊലപാതകം നടക്കുന്നുണ്ട് എന്ന് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെന്നും ഇന്റേണൽ അഫയേഴ്സ് അന്വേഷണവുമായി സഹകരിക്കണം എന്ന് പറഞ്ഞായിരുന്നു ക്യാപ്റ്റൻ ജെയിംസ് ടോമിനെ വന്ന് കണ്ടതുപോലും. പോകുന്നതിനു മുമ്പ് തന്റെ കാർഡെടുത്ത് അയാൾ ടോമിന് കൊടുക്കുകയും ചെയ്തു. വാഷിംഗ്ടണാണ് ഇത് മുഴുവൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, അവൻ വെറുതെ തങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടാക്കാൻ നോക്കുകയാണ് എന്നൊക്കെയായിരുന്നു ടോമിന്റെ ചിന്തകൾ പോയത്. ജെയിംസ് പോയതിനു പിന്നാലെ ടോമിനടുത്തേക്ക് ഗ്രേസ് എന്നു പേരുള്ള ഒരു നഴ്സ് വന്നു. ഗ്രേസ് ടോമിന്റെ ഗേൾഫ്രണ്ട് ആയിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങിയെത്തിയ ടോമിന് ഇന്റേണൽ അഫയേഴ്സിന്റെ ചോദ്യം ചെയ്യലിൽ ഹാജരാകേണ്ട വന്നു. കുറെ പേരെ ആക്ഷന്റെ പേരിലാണെങ്കിലും ടോം കൊന്നതാണല്ലോ, അതുകൊണ്ടായിരുന്നു അത്തരത്തിലൊരു ഇന്റേണൽ അഫയേഴ്സ് വിചാരണ. ടോം വിദഗ്ധമായി അതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അടുത്ത ദിവസം ഒരു പാർട്ടി ഉണ്ടായിരുന്നു. ക്യാപ്റ്റൻ ജാക്കിന് ഒരു പ്രൊമോഷൻ കിട്ടി. അതിനെ സംബന്ധിച്ച് അദ്ദേഹം ടീമിന് കൊടുത്ത പാർട്ടിയായിരുന്നു അത്. പാർട്ടിയിൽ മദ്യവെച്ച് സംസാരിച്ചു കൊണ്ടിരിക്കെ ടോം ക്യാപ്റ്റൻ ജാക്കിനോടും മറ്റുള്ളവരോടും നമ്മുടെ ടീമിനെ ഇന്റേണൽ അഫയേഴ്സ് വാച്ച് ചെയ്യുന്നുണ്ട്, ക്യാപ്റ്റൻ ജെയിംസ് ആണ് കാര്യങ്ങൾ നോക്കുന്നത് എന്നറിയിച്ചു. ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തത് ആ വാഷിംഗ്ടണിനാണെന്നും അതിലുള്ള തന്റെ അതൃപ്തിയും ദേഷ്യവും ടോം പ്രകടിപ്പിക്കുകയും ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന വാഷിംഗ്ടൺ ആകട്ടെ ഈ സമയവും തന്റെ കൂടെ ഉള്ളവരോട് ടോമിനെയും ടോമിന്റെ ടീമിനെ പറ്റിയും മോശം രീതിയിൽ സംസാരിക്കുകയായിരുന്നു. ഇത് കേട്ട് ദേഷ്യം വന്ന് ടോം വാഷിംഗ്ടണിനെ തല്ലാൻ എഴുന്നേറ്റെങ്കിലും ജാക്കും മറ്റുള്ളവരും ചേർന്ന് ടോമിനെ സമാധാനിപ്പിച്ചിരുത്തി. വാഷിംഗ്ടണിന് രണ്ടിടിയെങ്കിലും കൊടുക്കണം എന്ന് ടോമിന്റെ ഉള്ളിൽ ഇങ്ങനെ കത്തുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം ടോം വാഷിംഗ്ടണിനെ ഫോളോ ചെയ്യുകയാണ്. ഫോളോ ചെയ്ത് ഒടുവിൽ വാഷിംഗ്ടൺ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് കയറിയപ്പോ ടോമും പിന്നാലെ അങ്ങോട്ടേക്ക് കയറാൻ ചെന്നു. അപ്പോഴാണ് രണ്ട് മോഷ്ടാക്കൾ മുഖമുഖ മറച്ച് തോക്കുമായി സൂപ്പർ മാർക്കറ്റിലേക്ക് കയറാൻ പോകുന്നത് ടോം കാണുന്നത്. കാര്യം എന്തൊക്കെയാണെങ്കിലും ടോം ഒരു പോലീസാണല്ലോ, അതുകൊണ്ട് വാഷിംഗ്ടണിന് വാണിംഗ് കൊടുക്കാനും മോഷ്ടാക്കൾ കയറി വരും എന്നറിയിക്കാനും ടോം സൂപ്പർ മാർക്കറ്റിന്റെ അകത്തേക്ക് കയറി ചെല്ലുകയാണ്. വാഷിംഗ്ടണിന്റെ അടുത്തെത്തി മോഷ്ടാക്കളെ പറ്റി അറിയിക്കാൻ ടോം ശ്രമിച്ചെങ്കിലും ടോം തന്നെ തല്ലാൻ വന്നതാണ് എന്ന് ചിന്തിച്ചിരുന്ന വാഷിംഗ്ടൺ ടോമുമായി ഒരു ഫൈറ്റിൽ ഏർപ്പെടുകയാണ്. തൊട്ടു പിന്നാലെയായിരുന്നു തോക്കുമേന്തി വെടിവെച്ചുകൊണ്ട് മോഷ്ടാക്കൾ കടന്നു വന്നത്. അതോടെ ടോമും വാഷിംഗ്ടണും ഷെൽഫുകൾക്ക് മറവിൽ മറഞ്ഞിരുന്നു. ശേഷം മോഷ്ടാക്കൾക്കെതിരെ വെടിവെക്കാനും മറ്റും ആരംഭിച്ചു. നിർഭാഗ്യവശാൽ ആ പരിഭ്രാന്തിയിൽ ടോം വെടിയുതിർക്കുമ്പോൾ ഒരു വെടിയുണ്ട വാഷിംഗ്ടണിന്റെ ദേഹത്ത് പതിച്ചിരുന്നു. മുമ്പിലേക്ക് വന്ന മോഷ്ടാക്കളാകട്ടെ വാഷിംഗ്ടണിനെ ടാർഗറ്റ് ചെയ്ത് വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷം അവിടെ നിന്ന് കടന്നു കളയുക കൂടിയാണ്. തൊട്ടു പിന്നാലെ വെടിയൊച്ചയും സംഭവത്തിന്റെ റിപ്പോർട്ടും ഒക്കെ കേട്ട് പോലീസും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. ടോമാകട്ടെ കൊല്ലപ്പെട്ട വാഷിംഗ്ടണിന് സമീപമിരിക്കുകയായിരുന്നു. ടോം പാനിക്കാവാൻ തുടങ്ങി. മോഷ്ടാക്കൾ വന്ന് കൊലപ്പെടുത്തുന്നതിന് മുമ്പ് ടോമും വാഷിംഗ്ടണും ഫൈറ്റ് നടന്നിട്ടുണ്ട്. പോരാത്തതിന് ടോമിന്റെ ഒരു വെടിയുണ്ട വാഷിംഗ്ടണിന്റെ ദേഹത്ത് പതിച്ചു. ഇതെല്ലാം ടോമിനെതിരായ തെളിവുകളാണ്. പോരാത്തതിന് ഇതൊക്കെയും ആ സൂപ്പർ മാർക്കറ്റിലെ CCTV ക്യാമറയിൽ ഉണ്ടാവുകയും ചെയ്യും. ക്യാപ്റ്റൻ ജെയിംസ് ആയിരിക്കും കേസ് അന്വേഷിക്കുന്നത്. ഇന്റേണൽ അഫയേഴ്സിലെ നേതാവായ ക്യാപ്റ്റൻ ജെയിംസ് തന്നെ പ്രതിയാക്കും. വൈകാതെ നടന്ന കാര്യങ്ങൾ അത്രയും ടോം തന്റെ ക്യാപ്റ്റനായ ജാക്കിനോട് പറയുകയാണ്. തന്റെ ടീമിലെ ഒരാളെ അങ്ങനെ വിട്ടുകൊടുക്കാൻ ജാക്ക് ഒരുക്കമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒക്കെ ഒതുക്കി തീർക്കാൻ ജാക്ക് ടോമിനെ സഹായിക്കാൻ തീരുമാനിക്കുന്നു. CCTV ദൃശ്യങ്ങൾ ആദ്യമേ തന്നെ ടോമിനെ കൊണ്ട് ജാക്ക് എടുപ്പിച്ചു. തൽക്കാലത്തേക്കൊരു മറയ്ക്കു വേണ്ടി ടോമിനോട് കുറച്ചു നാളത്തേക്ക് ഡിപ്പാർട്ട്മെന്റിലെ മറ്റൊരു പൊസിഷനിലേക്ക് മാറാനും ജാക്ക് നിർദ്ദേശിച്ചു. കംപ്ലൈന്റ്സ് ഹാൻഡിൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു അത്. പബ്ലിക് റിലേഷൻ പോലെ സാധാരണക്കാർ വരുമ്പോൾ കംപ്ലൈന്റ് കേട്ട് അത് റിപ്പോർട്ട് ചെയ്യലാണ് ടോമിന്റെ ജോലി. ടോം ജോലി ഏറ്റെടുത്ത ദിവസം ജെയിംസ് ടോമിനെ കാണാനെത്തി. വാഷിംഗ്ടണിന്റെ പെട്ടെന്നുള്ള മരണത്തെപ്പറ്റി ടോമിനോട് ചോദ്യം ചെയ്യാൻ വേണ്ടിയായിരുന്നു അത്. കാര്യം വാഷിംഗ്ടണിനാണല്ലോ ക്യാപ്റ്റൻ ജാക്കിനും ടോമിന്റെ ടീമിനുമെതിരെ കംപ്ലൈന്റ് ചെയ്തിരുന്നത്. വാഷിംഗ്ടണിന്റെ മരണം അപ്പോൾ തീർച്ചയായും ദുരൂഹതയുണ്ടാക്കും. ജെയിംസ് വന്ന് ടോമിനെ ചോദ്യം ചെയ്തു. CCTV ഫൂട്ടേജുകൾ അവിടെ ഉണ്ടായിരുന്നില്ലെന്നും അതെടുത്തിട്ടുണ്ടെങ്കിൽ തരണം എന്നും ആവശ്യപ്പെട്ടായിരുന്നു ജെയിംസിന്റെ വരവ്. മാത്രമല്ല ഫോറൻസിക് ടീം വാഷിംഗ്ടണിന്റെ ദേഹത്ത് നിന്ന് 3 തരത്തിലുള്ള ബുള്ളറ്റുകൾ കണ്ടെടുത്തിട്ടുണ്ട് എന്നും ജെയിംസ് പറയുന്നുണ്ടായിരുന്നു. ടോമിനുമേൽ ജെയിംസിന്റെ ആരോപണം വന്നതും ടോം ഉടൻ തന്നെ ജാക്കിനെ വിളിച്ച് കാര്യം പറയുകയാണ്. ക്യാപ്റ്റൻ ജാക്ക് ഉടനടി ജെയിംസിന്റെ ഓഫീസിലേക്ക് ചെന്നു. തന്റെ ടീമിനുമേൽ ആവശ്യമില്ലാത്ത ആരോപണമാണ് ജെയിംസ് ഉന്നയിക്കുന്നത് എന്ന് പറഞ്ഞ് ജെയിംസിനുമേൽ തട്ടിക്കയറി. പക്ഷേ ജെയിംസ് പറഞ്ഞു, എനിക്ക് നിങ്ങളെ നന്നായിട്ട് അറിയാം ജാക്ക്. നിങ്ങളുടെ കറപ്ഷൻ ഇടപാടുകളും പ്രൊമോഷനു വേണ്ടി നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന കാര്യവും ചതിയും വഞ്ചനയുമൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. യാഥാർത്ഥ്യത്തിൽ ക്യാപ്റ്റൻ ജാക്ക് തന്റെ ടീമിനെയും ടോമിനെയും അടക്കം ഉപയോഗിച്ച് കമാൻഡർ പദവിയിലേക്ക് എത്തുവാൻ ശ്രമിക്കുകയായിരുന്നു. ഓട്ടോപ്സിക്ക് ശേഷം അടുത്ത ദിവസം വാഷിംഗ്ടണിന്റെ ശവസംസ്കാര ചടങ്ങുകൾ നടന്നു. ടോമും ടീമും അവിടെ ഉണ്ടായിരുന്നു. വാഷിംഗ്ടണിന്റെ ഭാര്യ ലിൻഡയെയും അവിടെ വെച്ച് ടോം കാണുകയാണ്. ലിൻഡയ്ക്ക് അടുത്തെത്തി ടോം സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ലിൻഡ അതിന് താല്പര്യപ്പെട്ടില്ല. വേഗത്തിൽ നടന്നുപോയി. അടുത്ത ദിവസം
വാഷിംഗ്ടണിന്റെ പാർട്ട്ണറും നിലവിൽ വാഷിംഗ്ടണിന്റെ കേസ് അന്വേഷിക്കുന്നതുമായ പോൾ എന്ന ഡിറ്റക്റ്റീവിനെ ടോം ചെന്ന് കാണുകയാണ്. കേസ് അന്വേഷിക്കുവാൻ തന്നെയും കൂട്ടണമെന്നും വാഷിംഗ്ടണിനെ കൊന്ന മോഷ്ടാക്കളെ കണ്ടെത്തി തനിക്ക് പ്രതികാരം ചെയ്യണം എന്നും ടോം പോളിനോട് പറഞ്ഞു. പക്ഷേ അതിനോടകം സൂപ്പർ മാർക്കറ്റിൽ നടന്ന വാഷിംഗ്ടണിന്റെ കൊലപാതകത്തിൽ നിന്നും ടോമിനെ ഒഴിവാക്കാൻ ജാക്കിന്റെ നിർദ്ദേശവും പിടിപാടുമൊക്കെ പോളിന് മേലും വന്നെത്തിയിരുന്നു. അതിന്റെ ദേഷ്യവും പോളിനുണ്ടായിരുന്നു. ടോമിന്റെ സഹായം അതുകൊണ്ട് തന്നെ പോള് വേണ്ടെന്ന് പറയുകയാണ്. പക്ഷേ എന്നിരുന്നാലും ടോം ആത്മാർത്ഥതയോടെ നിർബന്ധിച്ചപ്പോ പോള് രണ്ട് കാര്യം പറഞ്ഞു. ഇനി കാര്യമായി അന്വേഷിക്കാനൊന്നുമില്ല. കൊലപാതകികളുടെ DNA കിട്ടിയിരുന്നു. ഫ്രമന്റ് എന്നും കോട്സ് എന്നുമാണ് ആ ക്രിമിനലുകളുടെ പേരുകൾ. വാഷിംഗ്ടണിന്റെ കൊലപാതകികളായ മോഷ്ടാക്കളെ പറ്റിയുള്ള വിവരം കിട്ടിയതും ആ വിവരവുമായി ടോം തന്റെ ടീമിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അവർക്കടുത്ത് ഫ്രമന്റിന്റെയും കോട്സിന്റെയും പേര് പറഞ്ഞ് അവരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. പക്ഷേ ജാക്കിന്റെ അസിസ്റ്റന്റായ റിച്ചാർഡോ ടീമിലെ മറ്റുള്ളവരോ അതിൽ ഇൻവോൾവ് ചെയ്യാൻ തീരെ താല്പര്യപ്പെട്ടിരുന്നില്ല. അതോടെ ജാക്കിനെ നേരിൽ കണ്ട് സംസാരിക്കുവാൻ ടോം തീരുമാനിക്കുകയാണ്. അന്ന് രാത്രി തന്നെ ജാക്കിന്റെ വീട്ടിലേക്ക് ടോം എത്തി വാഷിംഗ്ടണിന്റെ കൊലപാതകികളെ വകവരുത്താൻ തന്നെ സഹായിക്കണം എന്നാവശ്യപ്പെട്ടു. കാര്യം പല അഭിപ്രായ വ്യത്യാസവും ദേഷ്യവുമൊക്കെ ഉണ്ടെങ്കിലും വാഷിംഗ്ടൺ തന്റെ സുഹൃത്തായിരുന്നു എന്ന് ടോം പറഞ്ഞു. പക്ഷേ ജാക്കിനപ്പോൾ ടോമിനെ അതിന് അനുവദിക്കാൻ പറ്റില്ലായിരുന്നു. ജെയിംസ് അത് കണ്ടെത്തിയാൽ ടീമിന് തന്നെ വലിയ റിസ്ക്കാണ് എന്നായിരുന്നു ജാക്ക് പറഞ്ഞത്. അടുത്ത ദിവസം ടോം അന്വേഷണ ഉദ്യോഗസ്ഥൻ പോളുമായി ഒരു രഹസ്യ സംഭാഷണം നടത്തുന്നു. അതിൽ നിന്നും ചില കാര്യങ്ങൾ ടോം തിരിച്ചറിയുകയാണ്. വാഷിംഗ്ടണിന്റെ കേസ് ക്ലോസ് ചെയ്യാൻ പോകുന്നു. വാഷിംഗ്ടണിന്റെ അക്കൗണ്ടിൽ വലിയ തുക കാണപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ വാഷിംഗ്ടൺ കറപ്റ്റഡ് ഓഫീസറാണെന്ന് വരുത്തി തീർക്കുകയും ഫ്രമന്റും കോട്സുമായി വാഷിംഗ്ടണിന് മയക്കുമരുന്ന് ഇടപാടുകൾ ഉണ്ടായിരുന്നുവെന്നും സ്റ്റോർ റൂമിൽ നിന്നും മറ്റും മയക്കുമരുന്ന് മോഷ്ടിച്ച് വാഷിംഗ്ടൺ അവർക്ക് വിറ്റ് പണം കരസ്ഥമാക്കിയിരുന്നെന്നും അതിൽ പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് അവർ വാഷിംഗ്ടണിനെ കൊലപ്പെടുത്തിയത് എന്ന തരത്തിലുമായിരുന്നു കേസ് അവസാനിപ്പിക്കാൻ പോകുന്നത്. ഈ സമയം ജെയിംസ് ടോമിന്റെ ഇൻവോൾവ്മെന്റ് കൂടി പുറത്തു കൊണ്ടുവരാൻ തന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുകൂടി പോൾ വ്യക്തമാക്കി. ടോമിനും അത് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ബാക്കി കേസ് അന്വേഷണത്തിന് തന്നെയും കൂടെ കൂട്ടണം എന്ന് ടോം പോളിനോട് ആവശ്യപ്പെടുകയാണ്. വാഷിംഗ്ടണിന്റെ കേസ് അങ്ങനെ ക്ലോസ് ചെയ്യാൻ ടോം ഒരുക്കമായിരുന്നില്ല. പോളും ടോമും ചേർന്ന് വാഷിംഗ്ടണിന്റെ കേസ് മുന്നോട്ട് അന്വേഷിക്കാൻ ആരംഭിച്ചു. ഫ്രമന്റിനെയും കോട്സിനെയും കണ്ടെത്തുകയായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം. അതിന്റെ അന്വേഷണത്തിൽ പല ഗ്യാങ് മെമ്പേഴ്സുമായും അവർക്ക് ഇടപെടേണ്ട വന്നു. അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ ഗ്രിൽ എന്ന ഒരു ഗ്യാങ്സ്റ്ററെ അവർ പിടികൂടുകയും അവനെ ബ്രൂട്ടലായി ഉപദ്രവിച്ചെങ്കിലും അവനൊന്നും പറയാൻ കൂട്ടാക്കുന്നുമുണ്ടായിരുന്നില്ല. ടോം അതോടെ ഗ്രില്ലിനെ ജയിലിൽ അടച്ചു. അടുത്ത ദിവസം ടോം ലിൻഡയെ കാണുവാൻ പോയി. വാഷിംഗ്ടണിന്റെ ഭാര്യ ലിൻഡയെ തന്നെ വാഷിംഗ്ടണിന്റെ കൊലപാതകികളെ താൻ പിടികൂടും എന്ന് പറഞ്ഞ ടോം തനിക്ക് കുറച്ച് ക്ലാരിറ്റി വേണമെന്നും വാഷിംഗ്ടണിന്റെ അക്കൗണ്ടിൽ എങ്ങനെയാണ് അത്രയധികം പണം വന്നത് എന്നും ലിൻഡയോട് തിരക്കി. പക്ഷേ ലിൻഡ അതിന് വ്യക്തമായ ക്ലാരിഫിക്കേഷൻ കൊടുത്തു. ലിൻഡയുടെ വീട് ആ അടുത്ത് വിറ്റിരുന്നു. അതിന്റെ പണമായിരുന്നു വാഷിംഗ്ടണിന്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത്. പോലീസിനുള്ളിലെ കറപ്ഷനെ പറ്റി വാഷിംഗ്ടൺ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് അതവർ വാഷിംഗ്ടണിന് മേലിൽ വെച്ച് ഇപ്പോൾ വാഷിംഗ്ടണിനെ ഫ്രെയിം ചെയ്തിരിക്കുകയാണ് എന്നും ലിൻഡ കൂട്ടിച്ചേർത്തു. കൂട്ടത്തിൽ ഇന്റേണൽ അഫയേഴ്സിലെ ജെയിംസുമായി വാഷിംഗ്ടണിന് അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത് എന്നും അവർ വ്യക്തമാക്കി. അടുത്ത ദിവസം ടോം ഓഫീസിലായിരിക്കെ ജാക്കിന്റെ ടീമിലെ അസിസ്റ്റന്റ് കൂടിയായ റിച്ചാർഡ് അങ്ങോട്ടേക്ക് വന്നു. വാഷിംഗ്ടണിന്റെ ബോഡിയിൽ നിന്ന് കിട്ടിയ ടോമിന്റെ ബുള്ളറ്റ് ഫോറൻസിക് വിഭാഗത്തിൽ നിന്നും വിദഗ്ധമായി കരസ്ഥമാക്കിയത് റിച്ചാർഡ് ടോമിനെ ഏൽപ്പിച്ചു. ഇതോടെ ടോമിനെ പേടിക്കാനില്ലെന്നും ടോം പ്രതിയാവില്ലെന്നും റിച്ചാർഡ് കൂട്ടിച്ചേർക്കുന്നുണ്ടായിരുന്നു. തൊട്ടു പിന്നാലെയാണ് ടോമിന് ജയിലിലായിരുന്ന ഗ്രില്ലിൽ നിന്നും കോൾ വരുന്നത്. ഗ്രില്ല് വിൻസ്റ്റൺ എന്ന് പേരുള്ള ഒരാളുടെ പേര് പറഞ്ഞു. ഫ്രമന്റും കോട്സുമുള്ള ഇടം വിൻസ്റ്റൺ അറിയാം എന്നും ഗ്രില്ല് പറയുന്നുണ്ടായിരുന്നു. വിൻസ്റ്റൺ ഒരു മുൻകാല ഗ്യാങ്സ്റ്റർ ആയിരുന്നു. പിന്നെ ഒട്ടും വൈകിയില്ല ടോം പോളുമായി മീറ്റ് ചെയ്തു. വിൻസ്റ്റനെ തിരഞ്ഞു പോവാൻ ആരംഭിച്ചു. വിൻസ്റ്റനെ കണ്ട് പോളും ടോമും കാര്യങ്ങൾ സംസാരിച്ചു. ഒടുവിൽ അവർ ഒരു ഡീലിലെത്തി. വിൻസ്റ്റൺ ഫ്രമന്റും കോട്സും താമസിച്ചിരുന്ന വീട് അവർക്ക് കാണിച്ചു കൊടുക്കാം എന്ന് സമ്മതിച്ചു. യാത്രയ്ക്കൊടുവിൽ അവർ ആ വീട്ടിലേക്ക് എത്തിച്ചേരുകയാണ്. ഫ്രമന്റും കോട്സും മറഞ്ഞു താമസിക്കുന്നു എന്ന് പറയപ്പെടുന്ന വീട്. അവിടെയെത്തി പോളും ടോമും പരിശോധന നടത്തി. ആ വീടിനുള്ളിൽ ഒരാക്രമണം നടന്ന പോലെ രക്തക്കറകളും മറ്റും കാണാമായിരുന്നു. വളരെ മോശം ഒരു സ്മെല്ലും വരുന്നുണ്ട്. വീടിന്റെ പിൻവശത്തേക്കെത്തിയ അവർ കണ്ടത് ഫ്രമന്റിനെയും കോട്സിനെയും ആരോ കൊന്ന് കുഴിച്ചുമൂടിയിരിക്കുന്നതാണ്. അതും നാളുകൾ ഒരുപാട് കഴിഞ്ഞിരിക്കുന്നു. അതായത് അവരെ കൊന്ന ശേഷമാണ് അവരുടെ പേര് വെച്ച് വാഷിംഗ്ടണിനെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. കൃത്യമായ പ്ലാനിങ്ങോടെ നടന്ന കൊലപാതകം. വാഷിംഗ്ടണിനെ കൊന്നത് അവരല്ല, അവരുടെ പേര് വെച്ച് മറ്റാരോ ആണ് എന്നതോടെ വ്യക്തമാവുകയാണ്. ഫ്രമന്റിനെയും കോട്സിനെയും കൊന്നവരാണ് യഥാർത്ഥ കൊലപാതകികൾ.
അവരെ കണ്ടെത്തണം എന്ന് ടോം അതോടെ തീരുമാനിക്കുന്നു. അതിനുവേണ്ടി വിൻസ്റ്റന്റെ അടുത്ത് ടോം വീണ്ടും സഹായം ചോദിക്കുകയാണ്. അധികം വൈകാതെ വാഷിംഗ്ടണിന്റെ കൊലപാതകികളായിരിക്കാം എന്ന് സംശയിക്കുന്ന രണ്ടുപേരെ വിൻസ്റ്റൻ കണ്ടിട്ടുണ്ട് എന്ന വിവരം ടോമിനടുക്കലെത്തുന്നു. അങ്ങോട്ടേക്ക് പോകുന്നതിനു മുമ്പ് ടോം ലിൻഡയുടെ അടുത്തെത്തി. ഉള്ളിൽ കുറ്റബോധം നിറഞ്ഞിരുന്നവൻ താനെടുത്ത CCTV ദൃശ്യങ്ങളുടെ കാസറ്റ് ലിൻഡയ്ക്ക് കൈമാറി. ശേഷം തന്റെ നിരപരാധിത്വത്തെപ്പറ്റി വ്യക്തമായി പറയുകയും യഥാർത്ഥത്തിൽ നടന്നതിതാണ്, ലിൻഡയ്ക്ക് നോക്കിക്കാണാം എന്ന് ലിൻഡയോട് പറയുകയും ചെയ്തു. ഭാര്യ നഷ്ടപ്പെട്ടിരുന്ന അവന് ഭർത്താവ് നഷ്ടപ്പെട്ട ലിൻഡയുടെ അവസ്ഥ മനസ്സിലാവുമായിരുന്നു. വാഷിംഗ്ടണിന് വേണ്ടി താൻ പൂർണ്ണമായും പ്രതികാരം ചെയ്തിരിക്കും എന്ന് ലിൻഡയ്ക്ക് ഉറപ്പുകൊടുത്ത് വാഷിംഗ്ടൺ അവിടെ നിന്ന് പോരുന്നു. വൈകാതെ വിൻസ്റ്റൺ പറഞ്ഞ ഗ്യാങ്സ്റ്റേഴ്സിന്റെ അടുത്തേക്ക് പോകാൻ ടോം തീരുമാനിച്ചിരുന്നു. പോളും കൂടെ വരും എന്ന് ശടിച്ചു. ഒടുവിൽ പോളിനെയും ടോം കൂടെ കൂട്ടുകയാണ്. അവർ ഇറങ്ങാൻ നേരം ജെയിംസ് അങ്ങോട്ടേക്ക് വന്നു. തന്റെ അധികാരം ഉപയോഗിച്ച് ജെയിംസ് ടോമിനെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചു. പക്ഷേ ടോം ജെയിംസിനടുക്കൽ പറഞ്ഞു, വാഷിംഗ്ടൺ എത്ര എതിർപ്പുണ്ടെങ്കിലും എന്റെ സുഹൃത്തായിരുന്നു. അവന്റെ കൊലപാതകികളെ എനിക്കാദ്യം വകവരുത്തണം. എന്നിട്ടെന്തിനും താൻ തയ്യാറാണ്. കാര്യം ജെയിംസ് നേരെ പോയെന്ന ഉദ്യോഗസ്ഥനാണെങ്കിലും വാഷിംഗ്ടണിന്റെ കൊലപാതകികൾക്ക് മറുപടി കൊടുക്കണം എന്നയാളും ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ടോമിനെ പോവാൻ ജെയിംസ് അനുവദിക്കുന്നു. വിൻസ്റ്റൺ മെൻഷൻ ചെയ്ത് ഐബ്രോ എന്നും ജൂഡെന്നും പേരുള്ള വ്യക്തികളുടെ മുമ്പിലേക്ക് ടോമും പോളും എത്തിച്ചേരുകയാണ്. പിന്നാലെ തങ്ങൾ മയക്കുമരുന്ന് വ്യാപാരത്തിന് വന്നതാണ് എന്ന തരത്തിൽ പോക്കറ്റിൽ നിന്നും ഗുളികകൾ എടുത്ത് ടോം അവർക്ക് മുമ്പിലേക്ക് വെച്ചു. പക്ഷേ യാഥാർത്ഥ്യത്തിൽ ടോമും പോളും ആരാണെന്ന് അവിടെ ഇരുന്നവർ പെട്ടെന്ന് തിരിച്ചറിയുകയാണ്. യാഥാർത്ഥ്യത്തിൽ ഐബ്രോയും ജൂഡും മയക്കുമരുന്ന് വ്യാപാരവുമായി ബന്ധമുള്ള കറപ്റ്റഡ് പോലീസ് ഓഫീസേഴ്സ് ആയിരുന്നു. പോളിനും ടോമിനും അത് അറിയുകയുമില്ലായിരുന്നു. അതോടെ അവിടെ ഒരു ഷൂട്ടൌട്ടും ഫൈറ്റും അരങ്ങേറുന്നു. ആ ഏറ്റുമുട്ടലിൽ അവിടുണ്ടായിരുന്ന വിൻസ്റ്റൺ കൊല്ലപ്പെട്ടു. പോളിന് വെടിയേറ്റു. ശേഷം എതിരാളികളെ ടോം വകവരുത്തിയെങ്കിലും പോളിനെ രക്ഷപ്പെടുത്താൻ ടോമിന് സാധിച്ചില്ല. അതോടെ ടോം അവിടെ നിന്നും നേരെ തിരിച്ചു പോരുകയാണ്. ടോം ഗ്രേസിന്റെ അടുത്തെത്തി. തന്റെ പരിക്കുകൾ ട്രീറ്റ് ചെയ്യാൻ ഗ്രേസിന്റെ മുമ്പിലിരുന്നു. ആ സമയത്താണ് ടിവിയിൽ നേരത്തെ നടന്ന ഷൂട്ടൌട്ടിന്റെ വാർത്തകൾ വരുന്നത്. കാര്യങ്ങൾ തിരിയുകയാണെന്നും ടോമിനെ പ്രതിയാക്കാനാണ് ശ്രമം നടക്കുന്നത് എന്ന് ടോം ആ നിമിഷം തിരിച്ചറിഞ്ഞു. വിൻസ്റ്റനെ വെച്ച് തന്നെ ട്രാപ്പ് ചെയ്യുകയായിരുന്നു എന്ന് ടോം തിരിച്ചറിയുകയാണ്. ഗ്രേസിനോട് അവിടെ നിന്ന് വേഗം രക്ഷപ്പെട്ട് എങ്ങോട്ടെങ്കിലും പോകുവാൻ ടോം പറഞ്ഞു. പക്ഷേ കൃത്യസമയം അങ്ങോട്ടേക്ക് ടോമിന്റെ ടീമംഗങ്ങളായ സാന്റോസും ഡോമും കടന്നുവന്നു. നേരത്തെ നടന്ന കൊലപാതകങ്ങളുടെ പേരിൽ ടോമിനെ അവർ അറസ്റ്റ് ചെയ്തു. ശേഷം കാറിൽ കയറ്റി കൊണ്ടുപോകാൻ ആരംഭിച്ചു. ടോമിനാണെങ്കിൽ ഒന്നും വ്യക്തമാകുന്നില്ല. തന്റെ ടീം മെമ്പേഴ്സ് ഇത്രനാളും എല്ലാ ക്രൈമിൽ നിന്നും തന്നെ പ്രൊട്ടക്ട് ചെയ്തിട്ട് ഇപ്പോൾ എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെയായിരുന്നു അവന്റെ ചിന്തകൾ പോയത്. ആ കാർ യാത്രയിൽ തന്റെ ടീം അംഗങ്ങളിൽ നിന്ന് തന്നെ ടോം സത്യങ്ങൾ തിരിച്ചറിയുകയാണ്. യാഥാർത്ഥ്യത്തിൽ വാഷിംഗ്ടണിന്റെ മരണത്തിന് പിന്നിൽ കളിച്ചത് അവരുടെ ക്യാപ്റ്റനായ ജാക്കായിരുന്നു. ഫ്രമന്റും കോട്സും ഒന്നിച്ച് ക്യാപ്റ്റൻ ജാക്കിന് മയക്കുമരുന്ന് ഇടപാടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് വാഷിംഗ്ടൺ മനസ്സിലാക്കി. വാഷിംഗ്ടൺ ഈ വിവരം ഇന്റേണൽ അഫയേഴ്സിലെ ജെയിംസിനെ അറിയിക്കാൻ ശ്രമിച്ചു. തന്റെ പ്രൊമോഷൻ അടക്കം നഷ്ടപ്പെടുമെന്നും ടീം പ്രതിസന്ധിയിലാകുമെന്നും തിരിച്ചറിഞ്ഞ ജാക്ക് വാഷിംഗ്ടണിനെ കൊലപ്പെടുത്തുകയായിരുന്നു. ജാക്കിന് അടുത്തു നിന്നും മയക്കുമരുന്ന് വ്യാപാരവുമായി ബന്ധപ്പെട്ട പണം ടീം മെമ്പേഴ്സിൽ ടോം ഒഴികെ ബാക്കിയുള്ളവർ കൈപ്പറ്റിയിട്ടുമുണ്ട്. ഇതൊന്നും ടോമിന് അറിയുകയുമില്ലായിരുന്നു. ആദ്യമൊക്കെ തങ്ങളുടെ ആവശ്യത്തിനു വേണ്ടി ടോമിനെ മാറ്റി നിർത്തി അവർ ഉപയോഗിച്ചെങ്കിൽ വാഷിംഗ്ടണിന്റെ കേസ് അന്വേഷിച്ചു പോയി ടോം ഒടുവിൽ തങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരും എന്ന ഘട്ടം എത്തിയപ്പോഴാണ് ടോമിനെ കൊടുക്കുവാൻ അവർ തീരുമാനിക്കുന്നത്. അത്തരത്തിലായിരുന്നു ടോമിനെ ഇപ്പോൾ അവർ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒക്കെ കേട്ടറിഞ്ഞ ടോം വിദഗ്ധമായി തന്റെ കയ്യിലെ വിലങ്ങ് ഒരു വയറുപയോഗിച്ച് അഴിച്ചുമാറ്റി. പിന്നാലെ ഡ്രൈവ് ചെയ്യുകയായിരുന്ന ടോമിനെ കടന്നാക്രമിച്ചു. അതോടെ അവർ സഞ്ചരിച്ചിരുന്ന കാർ അടുത്തൊരു വാഹനത്തിൽ ചെന്ന് ഇടിച്ചു നിൽക്കുകയാണ്. നിർഭാഗ്യവശാൽ ആ അപകടത്തിൽ ടോം മയക്കത്തിൽ വീണുപോയിരുന്നു. കണ്ണ് തുറക്കുമ്പോൾ ടോം ഒരു വീടിന്റെ പറമ്പിലായിരുന്നു. ഫ്രമന്റും കോട്സും അടക്കം ചെയ്യപ്പെട്ടിരുന്ന അതേ വീട് തന്നെ. അവർ ടോമിനെ അവിടെ കൊന്ന് കുഴിച്ചുമൂടാനുള്ള ശ്രമത്തിലായിരുന്നു. തന്റെ വിദഗ്ധ നീക്കങ്ങളിലൂടെ അവർക്കെതിരെ പോരടിച്ച് ടോം രക്ഷപ്പെടുകയാണ്. മറുവശത്ത് CCTV ഫൂട്ടേജ് കിട്ടിയിരുന്ന ലിൻഡയാകട്ടെ ജാക്കിന്റെ അസിസ്റ്റന്റ് ടീമംഗം റിച്ചാർഡിനാൽ CCTV ഫൂട്ടേജ് ചോദിച്ച് ഉപദ്രവിക്കപ്പെടുകയായിരുന്നു. ഭാഗ്യവശാൽ കൃത്യസമയത്ത് ടോം അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നു. റിച്ചാർഡിനെ കടന്നാക്രമിച്ച് ബന്ദിയാക്കി കാറിന്റെ ഡിക്കിയിലടച്ചു. അടുത്ത ദിവസം പുലർച്ചെ തന്നെ ടോം നേരെ ജാക്കിന്റെ വീട്ടിലെത്തി. ജാക്കിനെ എതിരിട്ടു. എല്ലാത്തിന്റെയും സൂത്രധാരൻ ജാക്കാണ് എന്നതോടെ ടോം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. ജാക്ക് എന്തിനാണ് തന്നെ കൊടുക്കാനും ഒടുവിൽ കൊന്നുകളയാനും തന്നെ
ശ്രമിച്ചത് എന്ന തരത്തിൽ ടോം ജാക്കിനോട് ചോദിച്ചു. എല്ലായ്പ്പോഴും ജാക്കിനെ ഒരു സുഹൃത്തും മെന്ററുമായിട്ടല്ലേ താൻ കണ്ടിരുന്നത് എന്നടക്കം അയാളോട് രോഷത്തിലും ദേഷ്യത്തിലും സങ്കടത്തിലും തിരക്കി. ജാക്കിന് ജാക്കിന്റേതായ ന്യായവാദങ്ങൾ ഉണ്ടായിരുന്നു. അവർ തമ്മിൽ വലിയ വാക്കുതർക്കം അരങ്ങേറി. ഒടുവിൽ നടന്നതൊക്കെയും നമുക്ക് കവറപ്പ് ചെയ്യാമെന്നും ജാക്കിന്റെ കൂടെ നിൽക്കുവാനും ജാക്ക് ടോമിനോട് പറയുകയാണ്. പക്ഷേ ഇത്ര നാളത്തെ കൊലപാതകങ്ങളും കുറ്റകൃത്യങ്ങളും ടോമിന് മതിയായിരുന്നു. അതുകൊണ്ട് തന്നെ ജാക്ക് ടോമിനെ കടന്നാക്രമിച്ചപ്പോ ഒട്ടും മടിക്കാതെ ടോം ജാക്കിനെതിരെ തിരിയുകയാണ്. ജാക്കിനെ വിലങ്ങണിയിച്ച് ബന്ദിയാക്കിയ ശേഷം ജാക്കിനെ കൊലപ്പെടുത്താൻ ടോം തയ്യാറായി. ആ സമയം ജാക്ക് പറഞ്ഞു, കറപ്ഷനിലൂടെയും മറ്റും താൻ സമ്പാദിച്ച പണം മുഴുവൻ ഈ വീടിന്റെ ഭിത്തികളിലായി ഒളിപ്പിച്ചിട്ടുണ്ട്. അത് മുഴുവൻ ടോം എടുത്തു. നമുക്കൊക്കെയും തേച്ചുമാച്ചു കളഞ്ഞ് ഫ്രഷായി സ്റ്റാർട്ട് ചെയ്യാം. ടോം അത് പരിശോധിച്ചു. ജാക്ക് പറഞ്ഞത് ശരിയായിരുന്നു. ഭിത്തി മുഴുവൻ അയാൾ പണം ഒളിപ്പിച്ചിരുന്നു. അതിനകത്ത് മയക്കുമരുന്നുകളും ഇതിനു മുമ്പ് അവർ ചെയ്ത കറപ്റ്റഡ് ഇടപാടുകളുടെ ഡോക്യുമെന്റ്സും തെളിവ് നശിപ്പിച്ചതിന്റെ വിവരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം കൊണ്ടും മടുത്തിരുന്ന ടോമിന് ഇനിയെങ്കിലും ഒരു ഹോണസ്റ്റ് കോപ്പായി ജീവിക്കണം എന്നുണ്ടായിരുന്നു. തന്റെ പഴയ ദുഷിച്ച കാലത്തിനൊരു അവസാനമെന്ന രീതിയിൽ ടോം ജാക്കിനെ വെടിവെച്ച് കൊല്ലുകയാണ്. പിന്നാലെ ടോം ജെയിംസിനെ വിളിച്ചു വരുത്തി നടന്ന കാര്യങ്ങളൊക്കെ ജെയിംസിനോട് വിശദമായി പറയുകയും എല്ലാ തെളിവുകളും ആ വീടിനുള്ളിലുണ്ട്, തന്റെ കുറ്റകൃത്യങ്ങൾക്ക് തന്നെയും അറസ്റ്റ് ചെയ്തോളൂ എന്നും ആവശ്യപ്പെടുന്നു. പക്ഷേ അപ്പോഴാണ് ടോമും ഒരു കാര്യം ജെയിംസിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ജെയിംസിന് ഇതൊക്കെ മുൻകൂട്ടി അറിയാമായിരുന്നു. ചില കാര്യങ്ങൾക്ക് പൂർണ്ണ അവസാനം ടോമിനെ പോലുള്ള ആളുകളിലൂടെയേ സാധ്യമാകൂ. അതുകൊണ്ട് ടോമിനെ ഒക്കത്തിനും താൻ അനുവദിക്കുകയായിരുന്നു എന്ന് ജെയിംസ് പറഞ്ഞു. ടോമിനു മേലുള്ള കേസുകളിൽ നിന്ന് ടോമിനെ രക്ഷപ്പെടുത്താൻ താൻ സഹായിക്കാം എന്ന് പറഞ്ഞ ജെയിംസ് ടോമിനെ പോലുള്ള ഉദ്യോഗസ്ഥർ ഡിപ്പാർട്ട്മെന്റിന് ഇനി ആവശ്യമാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് നടന്നു നീങ്ങി. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.